ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? നമ്മൾ എല്ലാ തവണയും റോസ് പർച്ചേസിനായിട്ട് പോകാറുള്ള നമ്മുടെ ആ തമിഴ്നാട് വില്ലേജിനെ കുറിച്ച് എൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ഒരുപാടൊക്കെ അറിയാം. എന്നാൽ അവിടെ കാണുന്ന ചില കാഴ്ചകൾ ഞാനൊരു വീഡിയോയിൽ കുറച്ചൊക്കെ ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കതിൽ കൗതുകമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കൗതുകമുണ്ട് എന്ന് തോന്നിയത്. ഒരുപക്ഷെ നിങ്ങൾക്ക് കൗതുകമുണ്ടായേക്കണം. കാരണം നിങ്ങളും എന്നെപ്പോലെ ഒരു പ്ലാന്റ് ലവറും അതുപോലെ ഒരു റോസ് ലവറും ഒക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിപ്പോയിട്ട് വരാം. ഇതൊരു കർഷകൻ്റെ കരവിരുതാണ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതേതോ പുതിയ വെറൈറ്റിയാണ്, വൈറ്റും പിങ്കും കൂടി കലർന്നു വരുന്ന ഒരു വെറൈറ്റിയാണ് എന്നെല്ലാം. എന്നാൽ ഇത് അപ്പോൾ തോന്നിയ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ ഫ്ലവറാണ്. അപ്പോൾ ഇത് നമുക്കും ഇപ്പോൾ ഒരു കൗതുകമായില്ലേ? നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാമായിരിക്കും നമ്മുടെ ക്രീപ്പർ ജാക്കി എന്നൊരു ക്ലൈംബിംഗ് റോസ് വെറൈറ്റിയുടെ പൂക്കളുടെ ഇടയിലേക്ക് പ്രിയതമ എന്നൊരു അതല്ലെങ്കിൽ ബിവിച്ച് എന്നൊരു ഫ്ലവർ വെറൈറ്റി കൂടി ഇടയിലൂടെ കയറ്റി വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പുതിയ വെറൈറ്റിയാണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനും കരുതി പുതിയൊരു ഫ്ലവറാണെന്ന്. ഇത് നിലത്ത് നട്ടിരിക്കുന്ന, അതായത് ഡയറക്റ്റ് സോയിലിൽ നട്ടിരിക്കുന്ന ഒരു റോസ് പ്ലാന്റാണ്. ഇത് നമ്മുടെ നാടൻ വൈറ്റ് റോസാണ്. നമ്മൾ വൈറ്റ് പനിനീർ എന്നെല്ലാം പറയുന്ന ഒരു വെറൈറ്റിയാണിത്. നല്ല ബുഷായിട്ട് മണലിൽ അല്ലെങ്കിൽ അവിടുത്തെ മണ്ണിൽ വളർന്നു വരുന്ന കാഴ്ച എനിക്കതൊരു കൗതുകമായി തോന്നി. അത് നിങ്ങളെയും കാണിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾ ആ ഒരു റോഡുകളിലൂടെ എല്ലാം വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് ഇത്. ജമന്തിപ്പാടമാണിത്. ജമന്തിപ്പാടത്തിൻ്റെ മുകളിലെല്ലാം തന്നെ നിരവധി ബൾബുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. രാത്രിയാകുമ്പോൾ ഇതിങ്ങനെ കത്തിച്ചിട്ട് കിടക്കുന്നതും കാണാം. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു സയൻസ് ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വരും വീഡിയോകളിൽ സംസാരിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചയിലേക്ക് മുന്നോട്ട് പോകാം. പുതുതായി റിപ്പോർട്ട് ചെയ്ത റോസിൻ്റെ ചട്ടികളിലേക്ക് കൃത്യമായ ഇടവേളകളെടുത്ത് DAP ഇട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങളെ കാണുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചെടികൾ വളരെ ആരോഗ്യത്തോട് വളർന്നു വരുന്നതിന് അവർ നിരവധി പ്രോസസ്സുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഈ അടുത്തിടെ സംസാരിക്കുകയുണ്ടായി. അതിലൊന്നാണ് ഇത്. ഏറ്റവും കൗതുകമുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. അവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും അവകാശവും മൃഗങ്ങൾക്കാണ് എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ സ്വന്തം വഴിയിലൂടെ അവർ രാജകീയമായി നടന്നു വരുമ്പോൾ നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണ് പതിവ്. അങ്ങനെയാണ് അവിടുത്തെ രീതി. ഇപ്പോൾ കാണുന്നത് നമ്മുടെ വൈറ്റ് ക്ലൈംബിംഗ് റോസിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ളൊരു വ്യൂ ആണിത്. കറുപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത സമാധാനപ്രിയരായ പൂക്കൾ ഇങ്ങനെ ആടി ഉലഞ്ഞ് നൃത്തം ചെയ്യുന്നത് പോലെ ഒരു ഫീല്. നിങ്ങൾക്കും ഈ കാഴ്ച ഇഷ്ടമാകും എന്നെനിക്കുറപ്പാണ്. ഇത് വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയായി എനിക്ക് തോന്നി. ഇനിയുള്ളത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. എന്നിരുന്നാലും പറഞ്ഞു പോകുമ്പോൾ ഇതും പറയാതെ വയ്യ. എൻ്റെ ചെറിയ പ്രായത്തിലെല്ലാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിലും താഴെ പ്രായമുള്ള സമയത്ത് ഒരു വണ്ടി വരും, ഒരു സൈക്കിൾ വരും, ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട്. അതിലൊരു പ്രത്യേക ടൈപ്പ് മിഠായി ഉണ്ടാകും. വലിച്ചാൽ വലിയുന്ന, വായിലിട്ടാൽ അലിയുന്ന ഒരു മധുരമുള്ള മിഠായി. അതുപോലെ ഉച്ചനേരമാകുമ്പോൾ നമ്മൾ പ്ലാന്റ്സ് എടുക്കുന്ന, അതായത് നമ്മൾ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എടുക്കുന്ന ഒരു ഗാർഡനിൽ ഇങ്ങനെ ഒരു വണ്ടി വരും. അതിലൊരു പ്രത്യേക സൗണ്ടാണുള്ളത്. അത് സൈക്കിളാണെങ്കിൽ ഇതൊരു മോട്ടോർ സൈക്കിളാണ് എന്ന വ്യത്യാസം മാത്രം. അവിടെ നിന്ന് ജോലി ചെയ്യുന്ന ലേബേഴ്സിൽ 1-2 പേർ ഒരു 2 കപ്പലണ്ടി എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന സമയത്ത് അവർ അതിനെ മറ്റെന്തോ പേരാണ് പറയുന്നത്. ചില നാടുകൾ ഇതിനെ നിലക്കടല എന്നും ഞങ്ങളിതിനെ കപ്പലണ്ടി എന്നുമാണ് പറയുന്നത്, പച്ചക്കപ്പലണ്ടി. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൊണ്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന ഒരാൾ എനിക്ക് വേണ്ടി ആർഗ്യൂ ചെയ്ത് കൂടുതൽ വാങ്ങിയെടുത്ത് കവറിൽ കെട്ടി എനിക്ക് തരികയായിരുന്നു. ഇത് നമ്മുടെ ഡാലിയ പ്ലാന്റാണ്. അവിടെ അലക്ഷ്യമായി വഴിയരികളിലും തിടിലുകളിലുമെല്ലാം വളർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത്. ഈ പൂവിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. പച്ചയിൽ ലാവൻഡർ ഷെയ്ഡിലുള്ള ഈ ഫ്ലവറിൽ എനിക്ക് തോന്നുന്നു ഒരു യെല്ലോ ബോൾസ് കായായിട്ട് എന്താ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ പക്ഷേ വെറുതെ വീഡിയോ എടുത്തതെന്ന് മാത്രം. ഇനി ഈ കാണുന്നത് നമുക്കും അവർക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രവൃത്തിയാണ്. പെസ്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടുന്നതുമായിട്ടുള്ള എല്ലാത്തരം മരുന്നുകളും മിക്സ് ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. നാടൻ പിങ്ക് റോസ് എന്ന് നമ്മൾ പറയപ്പെടുന്ന ഒരു ചെടി പടർന്ന് പന്തലിച്ച് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അതും ഒരു കൗതുകം പോലെ തോന്നി. ഇതും നിലത്ത് നട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതും ഒരു മദർ പ്ലാന്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ പലയിടങ്ങളിലായിട്ട് കണ്ട കാഴ്ചകൾ എല്ലാം കൂടി ഒന്നിച്ചൊന്ന് ആക്കാമെന്ന് നോക്കിയപ്പോൾ കിട്ടിയ കാഴ്ചകളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും ഇഴുകിച്ചേർന്ന് ജീവിതമാർഗം ചമയ്ക്കുന്ന ഈ തണുത്ത
തെളിഞ്ഞ അടുക്കും ചിട്ടയിലും നമ്മുടെ പ്രിയപ്പെട്ട റോസാപ്പൂക്കൾ നിരത്തി വച്ചിരിക്കുന്ന ഈ സുന്ദര ഗ്രാമങ്ങളിലെ നന്മ നിറഞ്ഞ പൂക്കൾക്കും അവരെ പരിചരിക്കുന്ന നന്മ നിറഞ്ഞ നല്ല മനുഷ്യർക്കും വേണ്ടി സ്നേഹപൂർവ്വം ഹാദിയ.